ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. നോമ്പിന് പുതിയ കാലയളവിലൂടെ നാം കടന്നു പോകുന്നുവല്ലോ. അല്പനേരത്തെ ദൈവവചന ജ്ഞാനത്തിനായി ലഭിച്ചിരിക്കുന്ന വിഷയം ജീവനുള്ള മൂലക്കല്ല്. അതിനായി എടുത്തിരിക്കുന്ന വേദഭാഗം മത്തായി 21:33 മുതൽ 46 വരെയുള്ള വാക്യങ്ങൾ. മുന്തിരിത്തോട്ടത്തിലെ കൃഷിക്കാരന്റെ ഉപമയെക്കുറിച്ച് വിവരിക്കുകയാണ് ഈ ഭാഗം. മുന്തിരിത്തോട്ടത്തിന്റെ ഉടമസ്ഥൻ തോട്ടത്തിന് ചുറ്റും വേലി കെട്ടി മുന്തിരിച്ചക്ക് സ്ഥാപിച്ചു. ഗോപുരവും നിർമ്മിച്ചതിനു ശേഷമാണ് കൃഷിക്കാരെ ഏൽപ്പിക്കുന്നത്. മുന്തിരിത്തോട്ടത്തിന് ചുറ്റും വേലി കെട്ടുന്നത് അതിന് സുരക്ഷിതത്വവും ഉറപ്പും വരുത്തുവാൻ വേണ്ടിയാണ്. മുന്തിരിച്ചക്കുകളിൽ ഭാവിയിൽ ഫലം കിട്ടുമെന്ന് വിചാരിച്ചാണ് ഗോപുരം നിർമ്മിക്കുന്നത്. അത് സംരക്ഷണം നൽകാനും വേണ്ടിയാണ്. മുന്തിരിത്തോട്ടം സംരക്ഷിക്കാൻ വേണ്ടി ഉടമസ്ഥൻ എല്ലാം ചെയ്തു കൊടുക്കുന്നുണ്ട്. കാരണം ഉടമസ്ഥന്റെ ദൃഷ്ടിയിൽ വിലയേറിയതാണ്. എന്നാൽ കൃഷിക്കാരൻ ഉടമസ്ഥൻ മുൻഗണന നൽകാതെ ഉടമസ്ഥനുമായുള്ള ബന്ധം വിച്ഛേദിക്കുകയും തോട്ടം സ്വന്തമാക്കാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നതാണ് നാം കാണുന്നത്. യജമാനന് അവകാശപ്പെട്ടത് നൽകാതെ അനീതി പ്രവർത്തിക്കുക മാത്രമാണ് അവർ ചെയ്തത്. പിന്നെയും അവൻ അയച്ച ഭൃത്യന്മാരോട് ക്രൂരമായി പെരുമാറുകയും അവരിൽ ചിലരെ വധിക്കുകയും ചെയ്തു. അവസാനം ഉടമസ്ഥൻ തൻ്റെ പുത്രനെ അയക്കുകയും പുത്രൻ കടന്നു വരികയും ചെയ്യുന്നു. യഥാർത്ഥ അവകാശിയെ മുന്തിരിത്തോട്ടത്തിന്റെ വെളിയിലേക്ക് എറിഞ്ഞ് കൊന്നു കളയുകയും. കൃഷിക്കാരന്റെ മനോഭാവം ഇങ്ങനെയെങ്കിൽ ഉടമസ്ഥൻ വന്നു കഴിയുമ്പോൾ ദുഷ്ടനായ കൃഷിക്കാരെ നശിപ്പിക്കുമെന്നും മറ്റു കൃഷിക്കാരെ ഏൽപ്പിക്കുമെന്നും തിരുവചനം വെളിപ്പെടുത്തുന്നു. ഇതിൽ മുന്തിരിത്തോട്ടത്തിലെ ഉടമസ്ഥൻ ദൈവവും കൃഷിക്കാരൻ ഇസ്രായേലും പ്രവാചകന്മാരും പുത്രൻ യേശുവുമാണെന്ന് പറഞ്ഞ് കൊടുക്കുകയാണ് ഈ ഉപമ. ഈ ഉപമ നമുക്ക് താക്കീത് നൽകുന്നുണ്ട്. നാം ദൈവരാജ്യ പദ്ധതിക്കാണ് ജീവിതത്തിൽ മുൻതൂക്കം കൊടുക്കേണ്ടത്. ഉടമസ്ഥനും ദൈവത്തിന്റെ ഹിതമാണ് നിറവേറ്റപ്പെടേണ്ടത്. ഈ ഉപമയിൽ യേശു തന്റെ മരണത്തെയും താൻ അനുഭവിക്കാൻ പോകുന്ന തിരസ്കരണത്തെയും കോടിയ മർദ്ദനത്തെയും ഒക്കെയാണ് മുൻകൂട്ടി അറിയിച്ചത്. മുന്തിരിത്തോട്ടം ദൈവജനത്തെ പ്രതികരിക്കുമ്പോൾ കൂടിയന്മാർ മതനേതാക്കൾ പ്രവാചകന്മാരെയും യേശുവിനെയും തള്ളിക്കളഞ്ഞ് അങ്ങനെ തിരസ്കരിച്ച ഈ കല്ലിനെ പിന്നെ മൂലക്കല്ലായി മാറി. ഒരു പുതിയ ഉടമ്പടിയുടെ അടിസ്ഥാനമായി തീർന്നു. യേശുവാകുന്ന മൂലക്കല്ലിൽ നമ്മുടെ വിശ്വാസത്തിന്റെ അടിത്തറയും പ്രത്യാശയുടെ ഉറവിടവുമാകണം. അപ്രകാരം നാം ഓരോരുത്തരും ജീവനുള്ള മൂലക്കല്ലായി ക്രിസ്തുവാകുന്ന അടിസ്ഥാനത്തിൽ പണിയപ്പെടട്ടെ. 118 സങ്കീർത്തനം 22 തിരുവചനം അനുസരിച്ച് പണിക്കാരാൽ തിരസ്കരിക്കപ്പെട്ടതിനു ശേഷം ആണ് ആ കല്ല് മൂലക്കല്ലായി മാറുന്നത്. അങ്ങനെ അതിനെ മാറ്റിയത് ദൈവം പ്രത്യേകമായി തിരഞ്ഞെടുക്കപ്പെട്ടതിനാലാണ്. മൂലക്കല്ലായി ക്രിസ്തുവിനോട് ചേർന്ന് നിൽക്കുന്ന സജീവ ശീലങ്ങളായി നമ്മെ മാറ്റുന്നത് നമ്മുടെ ജീവിതത്തിൽ നാം കടന്നു പോകുന്ന സഹനങ്ങളും വേദനകളും ഒക്കെയാണ്. സ്നേഹം എന്നത് വെറും ഒരു വികാരമല്ല, മറിച്ച് അതൊരു പ്രവർത്തനമാണ്. നമ്മുടെ ജീവിതം മറ്റുള്ളവർക്ക് വേണ്ടി നല്ലത് ചെയ്യുമ്പോഴാണ് ദൈവം നമ്മോട് കരുണ കാണിക്കുന്നത്. അതിനായി നാം ഈ നോമ്പ് കാലങ്ങളിൽ നമുക്ക് തിരിച്ചറിയാൻ പറ്റണം. ക്രിസ്തുവിനെ സ്നേഹിക്കുകയും മാനിക്കുകയും ചെയ്യുന്നവർക്ക് ക്രിസ്തുവിൽ ജീവനുള്ള മൂലക്കല്ലായി തീരുവാൻ സ്വർഗത്തിലെ ദൈവം ഓരോരുത്തരെയും സഹായിക്കട്ടെ. അതിനായി നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആമീൻ.